ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാനി സ്ക്വയർ ആണ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റാണ് ഗ്രാനി സ്ക്വയർ ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് 5 ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഹോൾ കിട്ടും. ഇനി നമുക്ക് 4 ചെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇനിയും 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ആ കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതാ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് 2 ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. പിന്നെ ബേസിക് സ്റ്റിച്ചസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ പോയി കാണണേ. അത് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ചെറിയ ചെയിൻ്റെ ആർച്ച് കിട്ടും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി റൗണ്ട് 2 വേണ്ടിയിട്ട് നമുക്ക് 4 ചെയിൻ ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ആ ചെയിൻ ചെയ്തതിൻ്റെ അടുത്ത് ആ ഒരു ഹോള് കണ്ടോ നമ്മുടെ കോർണർ, അതിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്തിട്ട് അടുത്ത കോർണറിൽ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 ചെയിൻ ചെയ്ത് കൊടുത്തിട്ട് ആ സെയിം ഹോളിലൂടെ 3 ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കോർണറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, അതിനുശേഷം ആ സെയിം സ്റ്റിച്ച് തന്നെ 3 ഡബിൾ ക്രോഷയും കൂടി. അങ്ങനെ 3 കോർണർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സൈഡിലെ കോർണറിൻ്റെ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഹോളിൻ്റെ തന്നെ അവിടെ ഒരു ചെറിയ ആർച്ച് കാണും ചെയിൻ്റെ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം. തേർഡ് റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഹോളിലേക്ക് നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷയ്ക്ക് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് നടുവിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാകും. അപ്പോൾ നമുക്കത് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതുപോലെ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാമേ. ഡബിൾ ക്രോഷയ്ക്ക് ശേഷം ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കോർണറിലേക്ക് പോവാം. അവിടെയും ഫസ്റ്റ് 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് 3 ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോർണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സൈഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും നടുവിൽ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നടുവിൽ 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് ഈ കോർണർ ഉണ്ടല്ലോ അവിടെ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 ചെയിൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് 3 ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അതായത് സൈഡ് വരുമ്പോൾ, അതായത് ആ നടുവിലത്തെ ഹോൾ വരുമ്പോൾ 3 ഡബിൾ ക്രോഷേ ഒരു ചെയിൻ ചെയ്ത് കൊടുക്കാം. കോർണർ വരുമ്പോൾ 3 ഡബിൾ ക്രോഷേ 2 ചെയിൻ, എന്നിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷേ തന്നെ ആ ഹോളിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ലാസ്റ്റ് കോർണർ വരെ കിട്ടും. അതായത് 4 കോർണർ നമ്മൾ ചെയ്തെടുക്കും. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും.
കോർണറിന് ശേഷം നമുക്ക് ഒരു സൈഡ് കൂടി ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടി അവിടെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇപ്പുറത്തെ കോർണറിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഹോൾ കണ്ടോ, ആ ഒരു ഹോളിലേക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആ കോർണറിനെ തന്നെ ടോപ്പിലായിട്ട് നമുക്ക് ചെറിയൊരു ഹോള് കിട്ടും. ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹുക്കൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.